ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. അപ്പം നമ്മുടെ ബയോളജിയുടെ 5th ചാപ്റ്ററാണ് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആരോഗ്യത്തിനെ അപകടപ്പെടുത്തുന്ന ഒരുപാട് കാര്യം നമുക്കറിയാം അല്ലേ? എന്തൊക്കെയാ? ഏറ്റവും വലിയ വിപത്തായിട്ട് നമുക്കറിയുന്നത് ലഹരിയുടെ ഉപയോഗമാണ് അല്ലേ? ലഹരി ഉപയോഗം എങ്ങനെയെല്ലാം ആരോഗ്യത്തെ വഷളാക്കും. ലഹരി അഡിക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതെ ഒരിക്കലും അയാൾക്ക് നിൽക്കാൻ പറ്റൂല അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഇത് കേടാക്കും, ഈ ലഹരിയുടെ ഉപയോഗം അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വരെ ലഹരി, നമ്മുടെ ആദ്യകാലത്തൊക്കെ മദ്യമായിരുന്നു ലഹരിയായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് മയക്കുമരുന്നുകളാണല്ലേ? ചെറിയ മിഠായിയുടെ രൂപത്തിൽ വരെ മയക്കുമരുന്നുണ്ട്. അത് ഓരോരുത്തരെയും അതിന് അഡിക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ചില വസ്തുക്കൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം അല്ലേ? അപ്പോൾ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ്. വേറൊരാളും അത് സംരക്ഷിക്കാൻ വരില്ല അല്ലേ? അപ്പോൾ ഒരു ആരോഗ്യം എന്ന് പറയുമ്പോൾ, ഒരു ആരോഗ്യവാനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാത്ത അവസ്ഥ തന്നെ നമുക്ക് ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും മനസ്സിന് സുഖമില്ലാതെ എപ്പോഴും വിഷമിച്ചുകൊണ്ട്, പല കാര്യങ്ങൾ കൊണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ മാനസിക ആരോഗ്യം ശരിയല്ല. അപ്പോൾ എല്ലാം കൊണ്ടും ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാം ക്ലിയറായ ഒരാൾക്കാണ് ആരോഗ്യവാനാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു, ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ് രോഗാണുക്കൾ. നമ്മുടെ ശരീരത്തിൽ കയറി പറ്റിയാൽ പിന്നെ അത് നമ്മുടെ ശരീരത്തിൽ പെറ്റുപെരുകൂലേ? പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതുപോലെ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്ന, നമ്മൾ വിളർച്ച അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പോഷകമൊന്നും ചെല്ലാതിരിക്കുമ്പോൾ. പിന്നെ അതുപോലെ ഹൈജീൻ ഇല്ലാതെ, വൃത്തിയില്ലാതെ രൂപത്തിൽ നടക്കുക, അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു പ്രധാനമായിട്ടൊരു 3 പോയിൻ്റാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കാൻ കഴിയുന്ന കുറേ അണുക്കളുണ്ട് അല്ലേ? അവരെ നമ്മൾ രോഗാണുക്കൾ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് രോഗമുണ്ടാക്കാൻ കഴിവുള്ള എന്ത് രോഗാണുക്കളാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിജനുകൾ. നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലും രോഗാണുക്കൾ കിടക്കൂലേ? എങ്ങനെയൊക്കെ കിടക്കും? പൊടിയിലൂടെ, ചില ഭക്ഷണങ്ങളിലൂടെ, പിന്നെ രാസവസ്തുക്കളുടെ ഉപയോഗം അല്ലേ? കെമിക്കൽസിൻ്റെ ഒക്കെ ഉപയോഗം, അതുപോലെ പരാഗരേണുക്കൾ, ഇങ്ങനെ പല രൂപത്തിലും നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളുണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിജനുകൾ. ഓക്കെ, അപ്പോൾ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. ആ പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കണം നമ്മുടെ ശരീരത്തിൽ അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? അപ്പോൾ ഇങ്ങനെ നശിപ്പിക്കുന്നതിന് ശരീരത്തിന് കഴിവുണ്ട് അല്ലേ?
അതിനെയാണല്ലോ നമ്മൾ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ രോഗപ്രതിരോധ ശേഷി തന്നെ 2 തരത്തിലുണ്ട്. സഹജ പ്രതിരോധം, ആർജിത പ്രതിരോധം, ഇങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷിനെ. നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ഈ സഹജ പ്രതിരോധം എന്ന് നോക്കാം. ഓക്കെ, സഹജ പ്രതിരോധം എന്ന് പറയുമ്പോൾ ജന്മനാ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കാനുള്ളൊരു കഴിവിനെയാണ് സഹജ പ്രതിരോധം എന്ന് പറയുന്നത്. ഈ സഹജ പ്രതിരോധത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആൻറ്റിജനുകളെ തടയാൻ പല രൂപത്തിലുള്ള മാർഗങ്ങളാണുള്ളത്. ഇവയെ നമ്മൾ പ്രാഥമിക തല പ്രതിരോധം എന്നാ പറയാ. ഫസ്റ്റ് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച അണുക്കളെ എന്ത് ചെയ്യും? പ്രവേശിക്കുമ്പോൾ തന്നെ തടയുന്ന മാർഗത്തിനെയാണ് പ്രാഥമിക തല പ്രതിരോധം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ശരീരം ഇങ്ങനെ ഈ പ്രാഥമിക തല പ്രതിരോധം ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും ഈ ഒരു അവസ്ഥയുണ്ട്. അണുക്കൾ കടക്കുമ്പോൾ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ, അല്ലേ? നമ്മുടെ കണ്ണിൽ നമ്മൾ പഠിച്ചിരുന്നു കണ്ണ് നീരുണ്ടെന്നല്ലേ. കണ്ണ് നീര് അത് നമ്മുടെ രോഗാണുക്കളെ ഉള്ളിലേക്ക് കടക്കാതെ സഹായിക്കുന്നുണ്ട്. അതുപോലെ വായയിലാണെന്നുണ്ടെങ്കിൽ ഉമിനീരുണ്ട് അല്ലേ, അതിലൊക്കെ ഉള്ള ലൈസോസൈം പിന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ചെവിയുടെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ, അതിൽ ചെവി മെഴുക് പഠിച്ചിരുന്നു. അതിലും കുറച്ച് കെമിക്കൽസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കർണപടത്തിലേക്കൊന്നും പോവാതെ പിന്നെ സംരക്ഷിക്കാനാണ് ഈ മെഴുകുള്ളത്. ഇനി ശ്ലേഷ്മസ്തരം ഇതെവിടെയാണ് കാണുന്നത്? ശ്ലേഷ്മം നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ നാസഗഹ്വരത്തിലെ മൂക്കിൽ ഇതിനെ പ്രതിരോധിക്കുന്നതാണ് ശ്ലേഷ്മസ്തരം. അതന്നെയാണ് നമ്മുടെ ശ്വാസകോശത്തിലും ഉള്ളത്. അപ്പം ശ്വാസനാളത്തിൽ പിന്നെ എന്താ ഉള്ളത്? സീലിയ എന്ന് പറയുന്നതാണ് ഇതിനെ ഉള്ളിലേക്ക് കടക്കാതെ പ്രതിരോധിക്കുന്ന അവയവമല്ല ആ ഒരു പിന്നെ ഇപ്പോൾ ഓരോന്നിലും നമ്മൾ ചെവിയിൽ മെഴുകുന്ന പറഞ്ഞില്ലേ, അതുപോലെ ഇതിനെ സംരക്ഷിക്കുന്ന വസ്തു. ത്വക്കിലാണെങ്കിലോ സെബം, വിയർപ്പ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തുമുള്ള എല്ലാ ഭാഗത്തുള്ള ഭാഗമാണ് ത്വക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ത്വക്കിൽ നമ്മൾ വേർക്കും. അതുപോലെ തന്നെ ഒരു സെബം എന്ന് പറയുമ്പോൾ എണ്ണമെഴുക്ക് ഇങ്ങനെ ഉണ്ടാവില്ലേ, ഒരു ഓയിലി സ്കിന്ന് പോലെ. അത് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് നമ്മുടെ ഉള്ളിലോട്ട് പിന്നെ ഇങ്ങനെ അണുക്കളെ പ്രവേശിക്കാതിരിക്കാൻ ഈ സെബം സഹായിക്കും. ഇനി ആമാശയത്തിലാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണുള്ളത്. ഇനി നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്ന കുടലിലും പിന്നെ അതുപോലെ പിന്നെ സഞ്ചിയിലൊക്കെ ഉള്ളത് കുറേ ബാക്ടീരിയകളാണ്. ഇവിടെയും എന്തുണ്ട്? ശ്ലേഷ്മവും ശ്ലേഷ്മസ്തരവും ഉണ്ട്. ഈ ഭക്ഷണത്തിനൊക്കെ ദഹിപ്പിക്കുന്ന ശ്ലേഷ്മ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തിനും പ്രാഥമിക തല പ്രതിരോധത്തിനെ സഹായിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഇനി നെക്സ്റ്റ്, പ്രാഥമിക തല പ്രതിരോധത്തെ ഇവരെ മറികടന്നിട്ട് നമ്മുടെ ശരീരത്തേക്ക് രോഗാണുക്കൾ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കണ്ണിലൂടെ പിന്നെ നമ്മുടെ കണ്ണുനീരിലുള്ള ലൈസോസോമിനൊക്കെ കടത്തി വെട്ടി ഒരാൾ രോഗാണു ഉള്ളിൽ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയെ പ്രതിരോധിക്കാൻ നമ്മുടെ സഹജ പ്രതിരോധ സംവിധാനമാണ് ദ്വിതീയ തല പ്രതിരോധം എന്ന് പറയുന്നത്. ഇപ്പം ദ്വിതീയ തല പ്രതിരോധം സഹജ പ്രതിരോധത്തിൽ പെട്ടത് തന്നെയാണ്. അപ്പം ഫസ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ നോക്കുന്നവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിനെ കടത്തി വെട്ടി പിന്നെ നമ്മുടെ ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന ആൾക്കാരാണ് ദ്വിതീയ തല പ്രതിരോധം.
ആളുകളല്ല ആ ഒരു സംവിധാനത്തിന്. അപ്പോൾ അതിനെ സഹായിക്കുന്നത് ആരാന്നറിയോ? നിങ്ങൾ കേട്ടിട്ടില്ലേ വൈറ്റ് ബ്ലഡ് സെൽ, പിന്നെ വെളുത്ത രക്തകോശങ്ങളെന്ന്, WBC അതിൽ പെട്ട ആൾക്കാരാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇവരാണ് പിന്നെ നമ്മുടെ ദ്വിതീയ തല പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആരൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാണു പ്രവേശിക്കുകയാണെന്ന് വിചാരിച്ചോ. ഇവിടെ ന്യൂട്രോഫിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? ആ ബാക്ടീരിയനെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അങ്ങോട്ട് വിഴുങ്ങും. എന്നിട്ട് ആ രോഗാണുവിനെതിരെ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി ഈസിനോഫിൽ അലർജി ഉണ്ടാക്കാൻ പുറത്ത് വിടുന്ന രാസവസ്തുക്കളെ ഇല്ലാതാക്കും. ഈസിനോഫിൽ അലർജി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരം പുറത്ത് വിടുന്ന രാസവസ്തുക്കളെ ഇല്ലാതാക്കും. അതുപോലെ പരാതങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇനി മോണോസൈറ്റ് ഉണ്ട്. മോണോസൈറ്റ് അന്യവസ്തുക്കളും ബാക്ടീരിയ ഇതിനൊക്കെ മൃതകോശങ്ങൾ എന്നിവയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളും വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ശരീരത്തിലേക്ക് അന്യവസ്തുക്കൾ എന്ത് വന്നാലും ബാക്ടീരിയാസ് വന്നാലൊക്കെ വിഴുങ്ങി നശിപ്പിക്കും. അതുപോലെ മറ്റുള്ള പ്രതിരോധ കോശങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസോഫിലിൻ്റെ ജോലിയാണ് രക്തം കട്ട പിടിക്കുന്നത് തടയും. എന്നിട്ട് തടയുന്ന ഈ ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ രക്തം കട്ട പിടിക്കുന്നത് തടയണ ഹെപ്പാരിനുണ്ട്. ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനുണ്ട്. അലർജി നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ അലർജി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഇങ്ങനെ തടിച്ച് വീർക്കൂലേ? ആ അലർജി ഉണ്ടാക്കുമ്പോൾ വരുന്ന ഹിസ്റ്റമിനുണ്ട്. ഇതിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് ഈ ബേസോഫിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാട്ടോ. നമ്മുടെ ശരീരത്തിൽ പിന്നെ ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. ഒരു രോഗാണു ഉള്ളിലേക്ക് കയറിയിട്ട് അതിനെ ഈ WBC നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ പിന്നെ ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞിരുന്നത്? ന്യൂട്രോഫിലും മോണോസൈറ്റും. ഇത് ഫാഗോസൈറ്റുകളാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ വിഴുങ്ങി നശിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഇവരെ രണ്ടാളെയും ഫാഗോസൈറ്റുകൾ എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണത് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാണു വന്ന് പ്രവേശിച്ചു. ഇത് നമ്മുടെ ഗ്രാഹികൾ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിയാൻ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഫാഗോസൈറ്റുകൾ വന്നിട്ട് ഇതിനങ്ങോട്ട് വിഴുങ്ങും അല്ലേ? എന്നിട്ടൊരു ബോൾ പോലെ ഉള്ളിലാക്കി വെക്കും. ഇതിൻ്റെ ഈ പിന്നെ ന്യൂട്രോഫിലും മോണോസൈറ്റും ഉണ്ടല്ലോ, അവർ വന്നിട്ട് വിഴുങ്ങിയിട്ട് ഉള്ളിലാക്കും. എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ലൈസോസോമുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ രോഗാണുവിനെ അടിച്ച് പിടിച്ച് കഷ്ണാക്കിയിട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. അപ്പോൾ രോഗാണുവിനെ ഇത് വിഴുങ്ങിയിട്ടുള്ള ഈ ഒരു രൂപത്തിന് നമ്മൾ ഫാഗോസോം എന്നാണ് പറയുന്നത്. ഫാഗോസൈറ്റുകൾ ഈ രോഗാണുവിനെ വിഴുങ്ങിയതാണ് ഫാഗോസോം. ഇനി ലൈസോസോമും ഫാഗോസോമും കൂടിയിട്ട് ഇതിനെ പറയുന്ന പേരാണ് ഫാഗോലൈസോസോം. ഇവർ രണ്ടാളും കൂടിയാണ് എന്നിട്ട് ഈ രോഗാണുവിനെ ചപ്പിളിയാക്കണേ അല്ലേ? അങ്ങനെ ഇതിനെ പുറത്തേക്ക് കളയും നമ്മുടെ ശരീരത്തിൽ നിന്നും. ക്ലിയറായോ? അടുത്തതാണ് വീങ്ങൽ പ്രതികരണം. നമ്മൾ പഠിച്ചുല്ലേ, വീങ്ങുമ്പോൾ ഒരു WBC അതുപോലെ വെളുത്ത രക്തകോശങ്ങൾ പിന്നെ ഇതിൽ പെട്ട ഒരാളുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞുതരാം.
മുറിവോ ചതവോ നമുക്ക് ശരീരത്തിന് ഏൽക്കും. ആ ഭാഗത്ത് എന്തുണ്ടാവും? രക്തപ്രവാഹം വർദ്ധിപ്പിച്ചിട്ട് അണുബാധനെ നേരിടാനുള്ള വെളുത്ത രക്തകോശങ്ങളെ എത്തിക്കുന്ന മാർഗത്തിനെയാണ് വീങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയേ, നമ്മൾ വീങ്ങലിന് ആരാണ് ഇവിടെ ഉണ്ടായിരുന്നത്? അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനൊക്കെ ഉണ്ട് അല്ലേ? ഹിസ്റ്റമിൻ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനും ഹിസ്റ്റമിനെയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് ബേസോഫിൽ. അപ്പോൾ ഈ ബേസോഫിലിനെ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ കൊണ്ടുവരണം. നമ്മുടെ ശരീരത്തിൽ മുറിവോ ചതവോ ഏൽക്കുമ്പോൾ അവിടെ രക്തപ്രവാഹം വർദ്ധിപ്പിച്ചിട്ട് അണുബാധനെ നേരിടാനുള്ള ഈ വെളുത്ത രക്തകോശങ്ങളുണ്ടല്ലോ അവരെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അവിടെ വീക്കം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? മുറിവേറ്റ ഭാഗത്ത് കോശങ്ങൾ ഹിസ്റ്റമിനും മറ്റു രാസവസ്തുക്കളും പുറത്തുവിടാൻ തുടങ്ങും. മുറിവേറ്റ ഭാഗത്തു നിന്ന് ഹിസ്റ്റമിനും രാസവസ്തുക്കളും പുറത്തുവിടും. ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? രക്തയോട്ടം കൂടൂലേ? രക്തകോശങ്ങൾ വെളുത്ത രക്തകോശങ്ങളായ മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും ആ ഭാഗത്തേക്ക് എത്തും. മോണോസൈറ്റും ന്യൂട്രോഫിലും ആ ഭാഗത്തേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അവിടെയുള്ള രോഗകാരികളെ വിഴുങ്ങും. ന്യൂട്രോഫിലും മോണോസൈറ്റും ആണല്ലോ വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ മുറിവേറ്റ ഭാഗത്ത് ആ ഭാഗത്തുള്ള കോശങ്ങൾ ആരെ പുറത്തുവിടും? നമ്മുടെ വീക്കത്തിന് കാരണമാകുന്ന ആളുണ്ടായിരുന്നല്ലോ, ഹിസ്റ്റമിനും മറ്റ് രാസവസ്തുക്കളും പുറത്തുവിടും. മുറിവേറ്റിട്ടുള്ള ഭാഗത്തെ ഇവിടുത്തെ കോശങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യും? ഈ രാസവസ്തുക്കൾ വന്നിട്ട് രക്തക്കുഴലുകളെ വികസിപ്പിക്കും. അപ്പോൾ രക്തക്കുഴലുകൾ വികസിപ്പിക്കുമ്പോൾ രക്തപ്രവാഹം കൂടല്ലേ? രക്തപ്രവാഹം കൂടിയിട്ട് എന്ത് ചെയ്യും? വെളുത്ത രക്തകോശങ്ങളായിട്ടുള്ള നമ്മുടെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. അപ്പോൾ അവർ ആ ഭാഗത്തേക്ക് വേഗം എത്തും. ഇവ പുറത്തു നിന്ന് കയറുന്ന രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കും. ഓക്കെ. ഇനി നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഓരോന്നിനെയും നമ്മുടെ ശരീരത്തിന് കാണിച്ചു തരുന്ന ഒരു ആളാണ് പനി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ താപനില സാധാരണ ഒരു പരിധിക്ക് മുകളിൽ വരണം അല്ലേ? 98.6 നമുക്കറിയാം. നമ്മുടെ പനി നോക്കണ ഇതില്ലേ, തെർമോമീറ്റർ എന്നാണോ അതിന് പറയുക? അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ 99 വന്നാൽ നമ്മൾക്ക് പനിയുണ്ട്, നല്ല പനിയുണ്ട് എന്ന് പറയില്ലേ? അപ്പോൾ അതിന് മുകളിൽ ഉയരുന്ന അവസ്ഥനെയാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. അണുബാധയോ വീക്കമോ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം വെളുത്ത രക്തകോശങ്ങൾ പൈറോജൻസ് എന്ന രാസവസ്തുക്കളെ പുറത്തുവിടും. അപ്പോൾ ഇവയാണ് നമ്മുടെ ശരീരത്തിൽ താപനില ഉയർത്താൻ തലച്ചോറിന് നിർദ്ദേശം കൊടുക്കുക. അപ്പം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അണുബാധ വരുന്നുണ്ട്, നമുക്കറിയാം. ജലദോഷമൊക്കെ പിടിക്കുമ്പോൾ അണുബാധ നന്നായിട്ടുണ്ടാവൂലേ? അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് ശരീരത്തിൽ വെളുത്ത രക്തകോശങ്ങളായിട്ടുള്ള പൈറോജൻസ് എന്ന രാസവസ്തുക്കളെ ഇത് പുറത്ത് വിട്ടിട്ട് താപനില ഉയർത്താൻ വേണ്ടിയിട്ട് തലച്ചോറിന് നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് നമുക്ക് പനി അനുഭവപ്പെടുന്നത്. ഇനി രക്തം കട്ട പിടിക്കലാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി, അപ്പോൾ അവിടെ രക്തം ഇങ്ങനെ പുറത്ത് പോയിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? വലിയ മുറിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ രക്തം വാർന്ന് മരിക്കൂലേ? അപ്പോൾ രക്തപ്രവാഹം തടയണം. രക്തപ്രവാഹം തടയുന്നതിനോടൊപ്പം രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും തടയണം. അപ്പോൾ അതിന് രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് രക്തം കട്ട പിടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. രക്തം
ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ഇങ്ങനെ നോക്കിയാലോ, എന്താ ചെയ്യുന്നതെന്ന് അറിയോ? മുറിവുണ്ടാവുമ്പോൾ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലകളും ഉണ്ടല്ലോ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. മുറിവുണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലകളും കൂടെ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. ഇത് നമ്മുടെ രക്തത്തിലെ എന്ത് ചെയ്യും? പ്രോതോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റും. ആര്? ത്രോംബോപ്ലാസ്റ്റിൻ പോയിട്ട് പ്രോതോംബിനെ ത്രോംബിനാക്കി മാറ്റും. നല്ല രസമുള്ള പേരില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? ഈ ത്രോംബിൻ ഉണ്ടല്ലോ, ത്രോംബിന് ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിനാക്കി മാറ്റും. എന്തൊക്കെ സംഭവമല്ലേ? നമുക്കൊരു ചെറിയ മുറിവുണ്ടാകുമ്പോൾ അവിടെയുള്ള പ്ലേറ്റ്ലെറ്റും കലകളും പരിക്കേറ്റിട്ടുള്ള കലകളും കൂടി ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. ഇത് രക്തത്തിലെ പ്രോതോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റും. ഈ ത്രോംബിന് ഫൈബ്രിനോജൻ എന്ന ഒരു പ്രോട്ടീനെ ഫൈബ്രിൻ ആക്കി മാറ്റും. ഈ ഫൈബ്രിനാണ് നമ്മുടെ മുറി ഇങ്ങനെ കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരുകൾ പോലെ ഉണ്ടാവുന്ന വസ്തുവാണ് ഈ ഫൈബ്രിൻ. ഫൈബ്രിന് നാരുകൾ ഉണ്ടാകുന്ന വലക്കണ്ണികളിൽ ചുവന്ന രക്താണുക്കൾ അകപ്പെടും. അപ്പോൾ അവിടെയാണ് രക്തക്കട്ട ഉണ്ടാകുന്നത്. മുറിവ് ഉണങ്ങും വരെ ഇത് വീണ്ടും രക്തനഷ്ടം ഇല്ലാതെ നമ്മുടെ ശരീരത്തിനെ കാക്കുന്നത് ഈ ഒരു രക്തം കട്ട പിടിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മുറിവ് ഉണങ്ങണ്ടേ? അപ്പോൾ എന്ത് ചെയ്യും? മുറിവിൽ രക്തം കട്ട പിടിക്കും, വീങ്ങൽ ഉണ്ടാവുകയും ചെയ്യുന്നതോടെ എന്തുണ്ടാവും? മുറിവിൽ പുതിയ കലകൾ രൂപപ്പെടും. മുറിവിൽ ഒരു വലിയ മുറിയായി, അതിൽ രക്തം കട്ട പിടിച്ചും ചെയ്ത് അവിടെ അങ്ങോട്ട് വീങ്ങും ചെയ്ത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നഷ്ടപ്പെട്ട കലകൾക്ക് പകരമായിട്ട് വേറെ കലകൾ ഉണ്ടാവും. മുറിവ് ഉണങ്ങിയാൽ അവിടെ ഒരു മുറിയടയാളം നിലനിൽക്കുകയും ചെയ്യും അല്ലേ? അപ്പം മുറിവ് ഉണ്ടാകുമ്പോൾ അവിടെ വീങ്ങുന്നതും രക്തക്കട്ട പിടിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ദോഷമല്ല, നല്ല കാര്യമാണല്ലേ. സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ ഒന്നും നോക്കാതെയാണ് നമ്മുടെ ശരീരത്തിനെ പ്രതിരോധിക്കുക. ഇവയൊക്കെയാണ് നമ്മൾ പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നത്. ഏത് അസുഖം വരുത്താൻ വന്നവരാണെന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ പ്രതികരിക്കും. അപ്പോൾ ഇതിനെയാണ് പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നത്.